മാത്സ് പസിൽ വിഭാഗത്തിലാണ് മത്സരിച്ചത്. എൻ്റെ പസിൽ ഇതാണ്. ഇത് 200 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറാണ്. ഇതിൻ്റെ ചുറ്റളവ് 15 മീറ്ററാണ്. ഇതിലൊരു കേബിൾ 10 ചുറ്റായിട്ട് തുല്യ അകലത്തിൽ ചുറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 400 മീറ്റർ മാറിയിട്ട് 100 മീറ്റർ ഹൈറ്റുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഗ്രൗണ്ടുമായിട്ട് 36.9 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് കുറേ ദൂരം മാറിയിട്ട് 4 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ ഒരു പ്രാവും ടവറിന് താഴെ ഒരു പാമ്പും ഈ പോസ്റ്റിൻ്റെ മുകളിൽ ഒരു പരുന്തും താമസിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ പ്രാവില്ലാത്ത തക്കം നോക്കി പ്രാവിൻ്റെ മുട്ട മോഷ്ടിക്കാൻ വേണ്ടി ഈ പാമ്പ് ഈ ചുറ്റിരിക്കുന്ന കേബിളിൻ്റെ മുകളിൽ കൂടെ 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മുകളിലേക്ക് വരുന്നു. ഈ പാമ്പ് പുറപ്പെടുന്നത് കണ്ട പരുന്ത് ഈ പാമ്പ് പുറപ്പെട്ട അതേ സമയം തന്നെ മുകളിലെത്തുമ്പോൾ പാമ്പിനെ പിടിക്കാൻ വേണ്ടി 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. പരുന്ത് പുറപ്പെടുന്നത് ദൂരെയുള്ള 4 മീറ്റർ ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു ഷൂട്ടർ കണ്ടു. അയാൾ പരുന്ത് പുറപ്പെട്ട സമയം തന്നെ പരുന്ത് മുകളിലെത്തുമ്പോൾ അതിന് വെടിയേൽക്കത്തക്ക രീതിയിൽ ഷൂട്ട് ചെയ്തു. അയാൾ ഉപയോഗിച്ച തോക്കിൻ്റെ വേഗത 200 മീറ്റർ പെർ സെക്കൻഡും അയാൾ ഈ ടവറിൻ്റെ മുകൾ ഭാഗം കാണുന്നത് 6 ഡിഗ്രി ആംഗിളിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഈ പാമ്പിന് ഈ മുട്ട മോഷ്ടിക്കാൻ പറ്റുമോ, അതോ പരുന്തിന് പാമ്പിനെ പിടിക്കാൻ പറ്റുമോ, അതോ പരുന്തിന് വെടിയേൽക്കുമോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ പാമ്പ് സഞ്ചരിക്കാനെടുക്കുന്ന ദൂരം സമയം ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്കിവിടെ ഒരു പൈതഗോറിയൻ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t = 10 സെക്കൻഡ് കിട്ടും. പരുന്തിനെ സംബന്ധിച്ചിടത്തോളം പരുന്തിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സൈൻ കോസ് ആ റിലേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ s = ut + ½ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t = 10 സെക്കൻഡ് വീണ്ടും കിട്ടും. വെടിയുണ്ട സഞ്ചരിക്കേണ്ട ദൂരം കണ്ടെത്താൻ വേണ്ടി ഈ സൈൻ 6 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. പിന്നീട് നമ്മൾ വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുലയിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ t = 10 സെക്കൻഡ് കിട്ടും. പാമ്പും പരുന്തും വെടിയുണ്ടയും ടവറിന് മുകളിലെത്താൻ എടുക്കുന്ന സമയം തുല്യമാണെന്ന് കിട്ടും. എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് വർക്കിംഗ് മോഡലാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സം ഓഫ് 2 ആംഗിൾസ്, അതായത് ഇതിനകത്തുനിന്ന് നമുക്ക് സം ഓഫ് 2 ആംഗിൾസ് ഡിറൈവ് ചെയ്തെടുക്കാം. രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഡിഗ്രിയെ റേഡിയനിലോട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം അത് നമുക്ക് ഇതിൽ നിന്ന് ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മൂന്നാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രി ഫങ്ഷൻസ്, അതായത് എല്ലാ വാല്യൂസും സൈൻ കോസ് ടാൻ കോട്ട് കൊസീക്ക് സീക്ക് എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അടുത്തത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പം സൈൻ 60 ഉപയോഗിക്കണമെങ്കിൽ 60 എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾസ് മേക്ക് ചെയ്യുന്നു. ആ ട്രയാങ്കിൾസ് സൈൻ 60 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അത് വെച്ച് നമുക്ക് ആംഗിൾസ് എല്ലാം മെഷർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിഗ്രിയെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം 60 ഡിഗ്രി എന്നുള്ളത് എത്ര റേഡിയനാണെന്ന് അറിയാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് തീറ്റ = ആർക്ക് ബൈ റേഡിയസ് അതുപയോഗിച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് ആർക്ക് എന്ന് പറയുന്നത് ഫൈനൽ ടെർമിനൽ സൈഡിൽ നിന്ന് ഇനിഷ്യൽ സൈഡ് കുറയ്ക്കുന്നു, അതായത് ആർക്കിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുന്നു. ഇതിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്നുള്ളത് എത്ര റേഡിയൻ ആവും എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. അടുത്തതായി ചെയ്യുന്നത് സം ഓഫ് 2 ആംഗിൾസ് ഇതിനകത്തുനിന്ന് മേക്ക് ചെയ്യാം. അതായത് 2 ട്രയാങ്കിൾസ് ഇത് മേക്ക് ചെയ്യുന്നു. 2 ട്രയാങ്കിൾസ്, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, അടുത്തതെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുന്നു. കൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുന്നത് 2 സൈഡ്സും ഈക്വലാണ്, ഓരോ കോണും ഈക്വലാണ്. ഇത് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ കൊണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്നത് റേഡിയസ് ഈക്വലാണ്, കോൺ ഈക്വൽ ആവുന്നത് അർദ്ധവൃത്തത്തിലെ കോണുകളായതുകൊണ്ട് അത് ഈക്വലാണ്. ഇനി ഈ ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണ് തെളിയിക്കുന്നതോടുകൂടി കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂസ് നമുക്ക് കിട്ടുന്നു. അതായത് കോസ് ഓഫ് a + b = cos a cos b - sin a sin b. ഇങ്ങനെ നമുക്ക് കോസ് ഓഫ് x + y, സൈൻ ഓഫ് x + y, ടാൻ ഓഫ് x + y എല്ലാ വാല്യൂസും സം ഓഫ് 2 ആംഗിൾസ് നമുക്കിത് കിട്ടുന്നു. ഇതാണ് തന്നെ നമുക്ക് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസും ഇതിൽ നിന്ന് കിട്ടാം. കോസ് ഓഫ് x - y യും സൈൻ ഓഫ് x - y യും ടാൻ ഓഫ് x - y യും ഇതിൽ നിന്ന് കിട്ടും. ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആയ എല്ലാ വാല്യൂസും ഇതിൽ നിന്ന് കിട്ടും. സൈൻ കോസ് കോട്ട് ടാൻ കൊസീക്ക് സീക്ക് ഈ ഫങ്ഷൻസ് എല്ലാം നമുക്ക് എല്ലാ വാല്യൂസും എല്ലാ ആംഗിളിലുള്ള വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടെ കോർഡിനേറ്റുകൾ വ്യത്യസ്തവും എന്നാൽ റേഡിയസ് തുല്യവുമായ 20 വ്യത്യസ്ത സംഖ്യകൾ കണ്ടെത്തുന്ന ഒരു പസിലാണ് എൻ്റേത്. അതായത് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ
കർണം തുല്യവും ലംബവശങ്ങൾ വ്യത്യസ്തങ്ങളുമായ ത്രികോണവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം. ഇത്തരത്തിലുള്ള സംഖ്യകൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതായിരുന്നു പസിൽ. ഇതിനായി തയ്യാറാക്കിയ മോഡലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 5525 ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമായി നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള കർണം തുല്യവും എന്നാൽ കോർഡിനേറ്റുകൾ വ്യത്യസ്തവുമായ സംഖ്യകളാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മാത്സ് പസിൽ വിഭാഗത്തിലാണ് മത്സരിച്ചത്. എൻ്റെ പസിൽ ഇതാണ്. ഇത് 200 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറാണ്. ഇതിൻ്റെ ചുറ്റളവ് 15 മീറ്ററാണ്. ഇതിലൊരു കേബിൾ 10 ചുറ്റായിട്ട് തുല്യ അകലത്തിൽ ചുറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 400 മീറ്റർ മാറിയിട്ട് 100 മീറ്റർ ഹൈറ്റുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഗ്രൗണ്ടുമായിട്ട് 36.9 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് കുറേ ദൂരം മാറിയിട്ട് 4 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ ഒരു പ്രാവും ടവറിന് താഴെ ഒരു പാമ്പും ഈ പോസ്റ്റിൻ്റെ മുകളിൽ ഒരു പരുന്തും താമസിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ പ്രാവില്ലാത്ത തക്കം നോക്കി പ്രാവിൻ്റെ മുട്ട മോഷ്ടിക്കാൻ വേണ്ടി ഈ പാമ്പ് ഈ ചുറ്റിരിക്കുന്ന കേബിളിൻ്റെ മുകളിൽ കൂടെ 25 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മുകളിലേക്ക് വരുന്നു. ഈ പാമ്പ് പുറപ്പെടുന്നത് കണ്ട പരുന്ത് ഈ പാമ്പ് പുറപ്പെട്ട അതേ സമയം തന്നെ മുകളിലെത്തുമ്പോൾ പാമ്പിനെ പിടിക്കാൻ വേണ്ടി 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. പരുന്ത് പുറപ്പെടുന്നത് ദൂരെയുള്ള 4 മീറ്റർ ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു ഷൂട്ടർ കണ്ടു. അയാൾ പരുന്ത് പുറപ്പെട്ട സമയം തന്നെ പരുന്ത് മുകളിലെത്തുമ്പോൾ അതിന് വെടിയേൽക്കത്തക്ക രീതിയിൽ ഷൂട്ട് ചെയ്തു. അയാൾ ഉപയോഗിച്ച തോക്കിൻ്റെ വേഗത 200 മീറ്റർ പെർ സെക്കൻഡും അയാൾ ഈ ടവറിൻ്റെ മുകൾ ഭാഗം കാണുന്നത് 6 ഡിഗ്രി ആംഗിളിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഈ പാമ്പിന് ഈ മുട്ട മോഷ്ടിക്കാൻ പറ്റുമോ, അതോ പരുന്തിന് പാമ്പിനെ പിടിക്കാൻ പറ്റുമോ, അതോ പരുന്തിന് വെടിയേൽക്കുമോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ പാമ്പ് സഞ്ചരിക്കാൻ ദൂരം സമയം ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്കിവിടെ ഒരു പൈതഗോറിയൻ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t = 10 സെക്കൻഡ് കിട്ടും. പരുന്തിനെ സംബന്ധിച്ചിടത്തോളം പരുന്തിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സൈൻ കോസ് ആ റിലേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ S = ut + ½ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t = 10 സെക്കൻഡ് വീണ്ടും കിട്ടും. വെടിയുണ്ട സഞ്ചരിക്കേണ്ട ദൂരം കണ്ടെത്താൻ വേണ്ടി ഈ സൈൻ 6 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. പിന്നീട് നമ്മൾ വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുലയിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ t = 10 സെക്കൻഡ് കിട്ടും. പാമ്പും പരുന്തും വെടിയുണ്ടയും ടവറിന് മുകളിലെത്താൻ എടുക്കുന്ന സമയം തുല്യമാണെന്ന് കിട്ടും. എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് വർക്കിംഗ് മോഡലാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സം ഓഫ് 2 ആംഗിൾസ്, അതായത് ഇതിനകത്തുനിന്ന് നമുക്ക് സം ഓഫ് 2 ആംഗിൾസ് ഡിറൈവ് ചെയ്തെടുക്കാം. രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഡിഗ്രിയെ റേഡിയനിലോട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം അത് നമുക്ക് ഇതിൽ നിന്ന് ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മൂന്നാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രി ഫങ്ഷൻസ്, അതായത് എല്ലാ വാല്യൂസും സൈൻ കോസ് ടാൻ കോട്ട് കൊസീക്ക് സീക്ക് എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പം സൈൻ 60 ഉപയോഗിക്കണമെങ്കിൽ 60 എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾസ് മേക്ക് ചെയ്യുന്നു. ആ ട്രയാങ്കിൾസ് സൈൻ 60 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അത് വെച്ച് നമുക്ക് ആംഗിൾസ് എല്ലാം മെഷർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിഗ്രിയെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം 60 ഡിഗ്രി എന്നുള്ളത് എത്ര റേഡിയൻ ആണെന്ന് അറിയാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് തീറ്റ = ആർക്ക് ബൈ റേഡിയസ് അതുപയോഗിച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് ആർക്ക് എന്ന് പറയുന്നത് ഫൈനൽ ടെർമിനൽ സൈഡിൽ നിന്ന് ഇനിഷ്യൽ സൈഡ് കുറയ്ക്കുന്നു, അതായത് ആർക്കിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുന്നു. ഇതിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്നുള്ളത് എത്ര റേഡിയൻ ആവും എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. അടുത്തതായി ചെയ്യുന്നത് സം ഓഫ് 2 ആംഗിൾസ് ഇതിനകത്തുനിന്ന് മേക്ക് ചെയ്യാം. അതായത് 2 ട്രയാങ്കിൾസ് ഇത് മേക്ക് ചെയ്യുന്നു. 2 ട്രയാങ്കിൾസ്, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, അടുത്തതെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുന്നു. കൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുന്നത് 2 സൈഡ്സും ഈക്വലാണ്, ഓരോ കോണും ഈക്വലാണ്. ഇത് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ കൊണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്നത് റേഡിയസ് ഈക്വലാണ്, കോൺ ഈക്വൽ ആവുന്നത് അർത്ഥവൃത്തത്തിലെ കോണുകളായതുകൊണ്ട് അത് ഈക്വലാണ്. ഇനി ഈ ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണ് തെളിയിക്കുന്നതോടുകൂടി കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂസ് നമുക്ക് കിട്ടുന്നു. അതായത് കോസ് ഓഫ് a + b = cos a cos b - sin a sin b. ഇങ്ങനെ നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എല്ലാ വാല്യൂസും സം ഓഫ് 2 ആംഗിൾസ് നമുക്കിത് കിട്ടുന്നു.
ഇതാണ് തന്നെ നമുക്ക് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസും ഇതിൽ നിന്ന് കിട്ടാം. കോസ് ഓഫ് എക്സ് മൈനസ് വൈയും സൈൻ ഓഫ് എക്സ് മൈനസ് വൈയും ടാൻ ഓഫ് എക്സ് മൈനസ് വൈയും ഇതിൽ നിന്ന് കിട്ടും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയ എല്ലാ വാല്യൂസും ഇതിൽ നിന്ന് കിട്ടും. സൈൻ, കോസ്, കോട്ട്, ടാന്, കൊസീക്ക്, സീക്ക് ഈ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് എല്ലാ വാല്യൂസും എല്ലാ ആംഗിളിലുള്ള വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടെ കോർഡിനേറ്റുകൾ വ്യത്യസ്തവും എന്നാൽ റേഡിയസ് തുല്യവുമായ 20 വ്യത്യസ്ത സംഖ്യകൾ കണ്ടെത്തുന്ന ഒരു പസിലാണ് എൻ്റേത്. അതായത് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കർണം തുല്യവും ലംബവശങ്ങൾ വ്യത്യസ്തങ്ങളുമായ ത്രികോണവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം. ഇത്തരത്തിലുള്ള സംഖ്യകൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതായിരുന്നു പസിൽ. ഇതിനായി തയ്യാറാക്കിയ മോഡലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 5525 ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമായി നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള കർണം തുല്യവും എന്നാൽ കോർഡിനേറ്റുകൾ വ്യത്യസ്തവുമായ സംഖ്യകളാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്.